പഠിച്ചോനെ നിങ്ങൾ കാത്തോളി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നാണ് കേട്ടോ നമ്മൾ വാഗമൺ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ഒരു റിസോർട്ടിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഇന്നലെ നൈറ്റ് വന്നതുകൊണ്ട് നമുക്കിത് ഫുള്ളായിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ റിസോർട്ട് വന്നിട്ട് സിൽവർ ഓക്ക് ടെൻറ്റ് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ഇതിൽ 3 ഹട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 3 ഹട്ടും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന് അറൗണ്ട് ഒരു 10,000 റുപ്പീസാണ് വരുന്നത്. നൈറ്റ് ഡിന്നറും ഉണ്ടായിരുന്നു, പിന്നെ മോർണിംഗ് ഇനിയിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് ഒരു ട്രക്കിംഗ് ഉണ്ട്, ജീപ്പ് ട്രക്കിങ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ നമ്മൾ എണീച്ചിരിക്കുന്നത് കേട്ടോ. ട്രക്കിങ്ങിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. ഇത് റിസോർട്ടിൻ്റെ മാത്രം അറൗണ്ട് 10,000 റുപ്പീസ് വരുന്നത്. അപ്പോൾ നമുക്ക് റിസോർട്ടിൻ്റെ ഫുൾ വീഡിയോ കണ്ടിട്ട് വരാം. അറൗണ്ട് ഒരു 6 o'clock ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഡ്രൈവറും ജീപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇവിടെ 2 പോയിന്റ്, ഈ 2 പോയിന്റ്, പിന്നെ ഒരു വെള്ളച്ചാട്ടം, പിന്നെ ഈ ടണൽ സൂയിസൈഡ് ഉണ്ട്. പക്ഷേ ഇവിടെ ആണെങ്കിലും വലിയൊരു മലയുടെ മണ്ട കയറാൻ പറ്റും, വരാട്ടം വീട്. അവിടെ ചെന്നാലും വെള്ളച്ചാട്ടം ഉണ്ട്, സൂയിസൈഡ്. ആ മലയിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈൻ ഫോറസ്റ്റ്, മുട്ടക്കോന്ന് എല്ലാം കാണാൻ പറ്റും. നല്ല ഹൈറ്റ്, മൊത്തം മഞ്ഞ അതുകൊണ്ട് കാണാൻ പറ്റും. ഏറ്റവും ടൂറിൽ ചെല്ലാൻ പറ്റും. അവിടെ പോവാം. പിന്നെ അവിടെ പോകണം. പിന്നെ ഒരു ടണലുണ്ട്. ഉൾപ്പൂണി ടണലിൽ പോയി കഴിഞ്ഞാൽ ഈ ടണലിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇറങ്ങാൻ കുറച്ച് പാടായിരിക്കും, വെള്ളം കൂടുതലുണ്ട്. ഇവിടെ സെയിം ടണലുണ്ട്. നമ്മളിതിൽ 4 സ്ഥലത്തേക്കാണ് പോകുന്നത്. കോട്ടമല വ്യൂ പോയിൻ്റ്, പിന്നെ ടണൽ ആൻഡ് വാട്ടർഫോൾസ്, പിന്നെ കൈതമ്പാറ വ്യൂ പോയിൻ്റ് ഉണ്ട്, പിന്നെ ഇടുക്കി ഡാമിൻ്റെ ഒരു വ്യൂ വരുന്ന സ്ഥലം കൂടിയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് കോട്ടമല വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മോർണിംഗ് നേരത്തെ എണീച്ചതുകൊണ്ട് തന്നെ നമുക്ക് ചായ കുടിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ നൈസായിട്ടൊരു ചായയൊക്കെ കുടിച്ചു. നമ്മൾ പോകുന്ന വഴികളൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ചെറിയ ചെറിയ ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെയാണ് നമ്മൾ പോയത്.
അങ്ങനെ ഞങ്ങൾ കോട്ടമല വ്യൂ പോയിന്റിലെത്തി. ഇവിടുന്ന് നോക്കിയാൽ ചെറുതായിട്ട് നമുക്ക് ഇടുക്കി ഡാമിൻ്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നമ്മൾ പോകുന്നത് ടണലും വാട്ടർഫോൾസും കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് കേട്ടോ വാട്ടർഫോൾസ്. ഇവിടുന്ന് നമ്മൾ അധികം ഇറങ്ങാനൊന്നും നിന്നില്ല. ഓൾറെഡി നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല മഴയൊക്കെ പെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ വെള്ളവും അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് അങ്ങോട്ട് വെള്ളത്തിൽ കളിക്കാനൊന്നും നിന്നില്ല. കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ടണലുള്ളത്. അപ്പോൾ ടണലിലേക്കും ആളുകൾ അധികം ഇറങ്ങുന്നുണ്ടായിരുന്നില്ല, വെള്ളവും കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട്. പിന്നീട് നമ്മൾ അടുത്തത് പോയത് കൈതംപാത വ്യൂ പോയിൻ്റ് ആണ്. ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ കാണാനുള്ളത്. ഒരുപാട് മുട്ടക്കുന്നുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ്. അവിടെ അടുത്ത് തന്നെ ഒരു ടീ ഷോപ്പും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഒരു ചായയും കൂടെ കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. ഇതായിരുന്നു ഞങ്ങളുടെ ട്രക്കിങ്ങിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വളരെ മികച്ചൊരു യാത്രയായിരുന്നു. വണ്ടി ഓടിച്ച ശിവചേട്ടനും നന്ദി പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു? നൈസ്. വിശക്കുന്നുണ്ടോ? നല്ല വിശപ്പുണ്ട്. നിനക്ക് ചേട്ടന് വിശക്കുണ്ടോ? ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഇതിനെ ഞാൻ അവിടെ തന്നെ കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ കുറച്ച് നേരം പൂളിൽ ഒന്നും കൂടെ ഇറങ്ങിയിട്ടോ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് കുറച്ച് സ്ഥലങ്ങളും കൂടി കാണാനുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ പോകാമെന്നുള്ള പ്ലാനിലാണ്. ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. ഇപ്പോൾ നമ്മൾ പോകുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. നമ്മളിവിടെ എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളും ഫാമിലികളൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു ആളുകൾ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു. ഇനി നമ്മൾ പോകുന്ന സ്ഥലം കുറച്ച് അഡ്വഞ്ചേഴ്സൊക്കെ ഉള്ള സ്ഥലമാണ്. അടിപൊളി ഫീലാ അതെന്തൊക്കെ. അതവിടെ നെക്സ്റ്റ് ഓടിക്കുന്നത് അതിപ്പോ കാണാം, ഇപ്പൊ കാണാം. നൈസ് ഷോട്ട്. ഇവിടെയാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്നത്. ഇവിടെ നമ്മൾ ചെരുപ്പും ഷൂ ഒക്കെ നമ്മൾ ഊരി വെക്കണം. സോക്സ് പോലും ഇടാൻ പാടില്ല. അപ്പോൾ അവൻ അതാണ് സോക്സ് ഊരാനായിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ എത്തിയിരിക്കുന്നു. വൈബ്. ഇതൊരു അടിപൊളി അനുഭവമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പേടിയൊന്നും പുറത്ത് കാണിച്ചില്ല. ഗ്ലാസ് ബ്രിഡ്ജ് ചെറുതായിട്ട് കുലുങ്ങുന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു. അടുത്തത് ഞങ്ങൾ പോയത് മെഡോസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. എനിക്കിവിടെ വന്നപ്പോൾ തൊട്ട് മഞ്ഞ് കാണണം എന്ന് ആഗ്രഹമായിരുന്നു. അത് പണ്ടല്ലേ, കുട്ടിക്കാലല്ലേ? നിനക്ക് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ടോ? പണ്ട് അച്ഛൻ്റെ കൂടെ വന്നപ്പോ ചെറുപ്പത്തില് കസിൻസിന്റെ കൂടെ വന്നിട്ട് ആർക്ക്? ഞങ്ങള് വാഗമണ്ണ് വരുന്ന വഴിക്ക് ഒരു തേയിലത്തോട്ടം കണ്ടു. സോ ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിരുന്നു. ഇവിടെ കോട ഇറങ്ങുന്നുണ്ട്.
ലെറ്റ്സ് ഗോ. നമ്മുടെ വണ്ടി അവിടെ. ജ്യോതിയും വന്നില്ല ഒരു കുന്തവും വന്നില്ല എന്നുള്ള രീതിയിൽ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ആ കാഴ്ച കണ്ടത്. ഫുള്ള് മഞ്ഞ്, കോടമഞ്ഞ്. ഗൈസ് നിങ്ങൾ എവിടുന്നാ? ുള്ളിലാണ് എവിടെ ഉണ്ട്. നല്ല കോടിറങ്ങി. യെസ്, നല്ല ഇടിവെട്ടി മഴ പെയ്ത്. നമ്മുടെ വണ്ടി ബാക്കിൽ കാണാനില്ല, ഫ്രണ്ടിൽ അവരെയും കാണാനില്ല. അപ്പൊ ഇപ്പൊ എവിടേക്ക് പോയി? കോട വന്നപ്പോൾ എന്നെ കാണണ്ടായിരുന്നില്ല. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇറങ്ങിപ്പോയി. വാഗമൺ വന്നത് തന്നെ കോട കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞങ്ങൾ പോയ സ്ഥലത്തൊന്നും അധികം കാണാൻ പറ്റിയില്ല. ഇവിടെ പിന്നെ വേറെ തന്നെ അനുഭവമായിരുന്നു. അങ്ങനെ അതും കിട്ടി. സെറ്റ് ഗൈസ്. ഇന്നലെ രാത്രി മുഴുവൻ ഓർക്കാതിരുന്നിട്ട് ഇപ്പൊ പോത്ത് പോലെ കിടന്ന് ഓർക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ പുച്ഛം തോന്നുന്നു. ഏറ്റിരിക്കുന്നു ഗൈസ്. സന്ദീപിന് സമ്മതിക്കണം ഗൈസ്. 2 ദിവസമായിട്ട് വെറും 3 മണിക്കൂർ ഉറങ്ങിയിരിക്കുന്നു. എന്നിട്ട് അഹങ്കാരം കാരണം വണ്ടി ആർക്കും തരുന്നില്ല കൈസ്. അങ്ങനെ ഞങ്ങളുടെ വാഗമൺ ട്രിപ്പൊക്കെ ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെറുതായിട്ട് നൈറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ പോകുന്ന വഴിക്കാണെങ്കിൽ നല്ല മഴയുമായിരുന്നു കേട്ടോ. അങ്ങനെ മഴയും കിട്ടി, കോടമഞ്ഞും കിട്ടി, എല്ലാം കിട്ടി. തിരിച്ചിനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇന്നെടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ.